بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1025 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയുടെ പഠനത്തെ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചക്കാരംഭം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي يأتيكم منها بقبس أو أجد على النار هدى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ ആദ്യത്തെ 8-10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായമായ സൂറത്ത് ത്വാഹ, അതിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയുണ്ടായി. 135 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമായിട്ടും മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുപാടുമായിട്ട് ഉണ്ടായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുഖ്യ സന്ദേശം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. ഈ മുഖ്യമായ സന്ദേശം വളരെ ഫലപ്രദമായ രീതിയിൽ അവരെ കേൾപ്പിക്കുക എന്നതാണ് ഈ സൂറത്തിൽ നിർവഹിക്കപ്പെടുന്ന കാര്യം. അതിന്റെ ഭാഗമായി ചരിത്ര സംഭവങ്ങളും പൂർവിക വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളും ഒക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. വിശദമായ കഥാകഥനം തന്നെ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുദീർഘമായ ഒരു ചരിത്ര വിവരണം ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദം അലൈഹി ഇസ്ലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമിയിൽ എത്തുന്നതിന്റെ നമ്മുടെ ഈ ഭൗമലോകത്തെ അവരുടെ ജീവിതം ആരംഭിക്കുന്നതിന്റെ മുമ്പുള്ളതും
അതിനുശേഷമുള്ളതൊക്കെയായ പല കാര്യങ്ങളും ചർച്ചയിൽ വളരെ പ്രസക്തമായ രീതിയിൽ കടന്നു വരികയുണ്ടായി. സൂറത്ത് അവസാനിക്കുന്നത് വീണ്ടും വളരെ ഗഹനമായ ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് മക്കയിലെ പ്രബോധിത സമൂഹത്തിലെ ആളുകളെ താക്കീത് ചെയ്യുന്ന വിധത്തിലും അവര് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അവസരങ്ങൾ അതെത്ര വിലപ്പെട്ടതാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലൊക്കെയാണ് സൂറത്ത് അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഏതാനും സെഷനുകളിലായിട്ട് ഈ 135 ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ള സൂറത്തിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതു ചർച്ച, അതുപോലെ ചോദ്യങ്ങള്, നിരീക്ഷണങ്ങള്, അഭിപ്രായ പ്രകടനം, ഇതിനൊക്കെയുള്ള അവസരമാണ്. അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ലൈവായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതില് ചാറ്റ് ബോക്സിൽ കുറിച്ചിട്ടാലും അതിന് നമുക്കിവിടെ ചർച്ചയിൽ അത് കൊണ്ടുവരാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ലഭിച്ചിട്ടുള്ള ഒരു ചോദ്യം, നേരത്തെ വന്നിട്ടുള്ള ഒരു ചോദ്യം, നല്ല 2 ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്, ഞാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് തുടങ്ങാം. അതില് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം അത് പീസ് പ്രൊഫൈലിൽ നിന്നുള്ളതാണ്. പിശാചിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർവശക്തനായ അല്ലാഹു നിസ്സഹായനാണോ എന്നതാണ് ചോദ്യം. പിശാചിനെ നിയന്ത്രിക്കുന്ന കാര്യത്തില് എന്നല്ലാതെ ഈ സൂറത്തിന്റെ ആദം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും വിവരിച്ച കൂട്ടത്തില് പിശാജ് അവരെ ചതിയിലകപ്പെടുത്തിയ കാര്യമൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യമായിരിക്കണം. അപ്പൊ അതില് പിശാചിനെ എന്നല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ യാതൊന്നിനെയും അള്ളാഹു ഉദ്ദേശിച്ച വിധത്തില് നിയന്ത്രിക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ല. ഓരോ ആറ്റം പോലും പ്രവർത്തിക്കുന്നത് അതിന് ദൈവികമായി നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളുടെയും വ്യവസ്ഥയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അവയെ ഏത് വിധത്തില് നിയന്ത്രിക്കണം എന്ന് അള്ളാഹു നിശ്ചയിക്കുന്നുവോ ആ വിധത്തില് അവ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്, നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഒരു കാരണവശാലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അവയൊന്നും തെന്നി പുറത്തു പോകുന്നൊരു വിഷയം വരുന്നേയില്ല. പക്ഷെ ചില സംഗതികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതം തന്നെ, അള്ളാഹു വെച്ചിട്ടുള്ള വ്യവസ്ഥ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധ്യതയുള്ള വിധത്തിലാണ്. നമുക്കറിയാതെ കന്നുകാലികള് ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാം, അവർക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അവരുടെ ഭക്ഷണ ശീലങ്ങള്, അവരുടെ പ്രജനന പ്രക്രിയ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ബുദ്ധിപരമായ കഴിവുകൾ, ഇതിനൊക്കെ അള്ളാഹ് വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയും സംവിധാനമൊക്കെ ഉണ്ട്. അതിനെ അവരാരും ലംഘിക്കാറില്ല. അതിനെ ഭേദിച്ചുകൊണ്ട് അവര് ആ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാറില്ല. അത് അള്ളാഹു അവയ്ക്ക് നൽകിയിട്ടുള്ള ഒരു പ്രകൃതാണ്. ഒരാട് ഒരിക്കലും തന്നെ വയലന്റായി ഒരു സിംഹത്തെ പോലെ മറ്റൊരു ജീവിയെ ആക്രമിച്ച് അതിനെ പിടികൂടി ഭക്ഷിക്കുക എന്നൊരു സംഗതി നമ്മൾ കാണുന്നില്ല. അതേപോലെ തന്നെ സിംഹവും അങ്ങനെ പുൽമേടുകളിൽ അങ്ങനെ മേഞ്ഞു നടന്ന് പുല്ല് തിന്ന് വയറ് നിറക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാറില്ല. അള്ളാഹു വെച്ചൊരു വ്യവസ്ഥയാണത്. അപ്പൊ സിംഹത്തിന്റെ പ്രകൃതത്തോടും ആടിന്റെ പ്രകൃതത്തോടുമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് അതിന് കാരണം. രണ്ടുപേരും 2 കാറ്റഗറിയിൽപ്പെട്ട മൃഗങ്ങളും അവയുടെ പ്രകൃതവും ജന്മവാസനയും അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മലക്കുകള്
അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് അവനെ എല്ലാ അർത്ഥത്തിലും അനുസരിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടി പാലിക്കുന്നവരായിട്ടാണ് മലക്കുകൾ ഉള്ളത്. അവരുടെ പ്രകൃതം അങ്ങനെയാണ്. എന്നാൽ പിശാചിന്റെ കാര്യത്തിൽ അതുപോലെയല്ല. പിശാജ് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. മനുഷ്യരും സമാനമായൊരു പ്രകൃതമുള്ള വിഭാഗമാണ്. ജിന്നുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുവാനും ധിക്കരിക്കുവാനും ഒരുപോലെ സാധിക്കും. ആ വിധത്തിലുള്ള ഒരു പ്രകൃതമാണ് ജിന്നുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാണ് പിശാജ് അല്ലെങ്കിൽ ഇബ്ലീസ്. അപ്പോ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അള്ളാഹുവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി മനുഷ്യനെ വഴിപഴപ്പിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ, അതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല. ഇബ്ലീസിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു റോളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ആ ഒരു പ്രകൃതത്തോടു കൂടി ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇബ്ലീസിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിന് അത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു പരീക്ഷണവും മനുഷ്യന് രക്ഷാശിക്ഷകളും ഒക്കെ നൽകുന്ന ഒരു സംവിധാനം അർത്ഥപൂർണമാകുന്നത് അങ്ങനെ മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന വിധത്തിൽ പിശാചിനെ ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ടാണ്. പിശാചിനെ എന്നല്ല എന്തിനെ വേണമെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിലേക്ക് റീഷേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു പ്രകൃതം കൊടുത്തുകൊണ്ട് മാറ്റാനൊക്കെ അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ലാതെ തന്നെ സാധിക്കും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം പിശാചിന്റെ പ്രകൃതത്തോടു കൂടി ഇവിടെ പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് കാലിടറുക, വഴിതെറ്റുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒരു പ്രലോഭനവും ഇല്ലാത്തൊരവസ്ഥയിൽ അയാൾ അള്ളാഹുവിന് പൂർണ്ണമായി അനുസരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രതിഫലം നൽകപ്പെടാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല. അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനുള്ള ഒരു സാധ്യത, കഴിവ്, പ്രേരണ ഒക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് പോകാതെ സ്വമേധയാ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് പ്രതിഫലദായകമായ ഒരു കർമ്മമായിട്ട് മാറുന്നത്. അപ്പോ തീർച്ചയായിട്ടും മനുഷ്യന് വഴിപിഴപ്പിക്കുന്ന ഒരു സാന്നിധ്യം അവർക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച വിധത്തിൽ ഒരു പരീക്ഷണമാവുക. അതുപോലെ പരീക്ഷണത്തില് രണ്ട് ഔട്ട്കം സാധ്യതയായിട്ട് നിലനിൽക്കുകയും ചെയ്യുക. ഒന്ന്, ബോധപൂർവമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കാൻ സന്നദ്ധരാകുന്ന ആളുകൾ. രണ്ടാമത്തേത്, ബോധപൂർവമായിട്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ. ഈ വിധത്തില് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് മനുഷ്യർ മാറും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതും ശിക്ഷ വിധിക്കപ്പെടുന്നതും എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതുകൊണ്ട് പിശാചായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. അവനെ നിയന്ത്രിക്കുക എന്നത് അള്ളാഹുവിന് സാധ്യമാണോ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി അത് ഇമ്പോസിബിൾ അല്ല. കാരണം പിശാചിനെ പോലെ പ്രകൃതമുള്ള ഒരുപാട് പേര് അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് നിലകൊള്ളുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിശാച് മനുഷ്യനെ പിഴപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്പേസ് നൽകിക്കൊണ്ടാണ്, ആ ഒരു ഇടം നൽകിക്കൊണ്ടാണ് അള്ളാഹു പിശാചിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് അത് വെളിപ്പെടുത്തുന്ന കാര്യം. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു ഇവിടെ നിസ്സഹായനാണോ എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ചോദ്യം. അള്ളാഹു നിസ്സഹായനല്ല. ഏത് വിധത്തിൽ ആരെ എങ്ങനെ നിയന്ത്രിക്കണമെങ്കിലും അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ
അവനെ ചെയ്യാൻ സാധിക്കും. പക്ഷെ അള്ളാഹു പിശാചിന്റെ കാര്യത്തിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് പിശാജ് ഇപ്പോൾ ഉള്ള പിശാചിന്റെ ആ പൈശാചിക പ്രകൃതത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ചോദ്യം മലപ്പുറത്ത് അബ്ദുറഹ്മാൻ സാഹിബ് ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യായിരുന്നു. അത് സൂറത്തുൽ അറാഫിലെ ഒരു വിവരണത്തിനെയും സൂറത്ത് തോഹയിലെ ഒരു വിവരണത്തിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, പിശാജ് ധിക്കാരത്തോടു കൂടി അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ട് ആദമിന് സുജൂദ് ചെയ്യാൻ സന്നദ്ധനാവാതെ, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്, എന്നെ അഗ്നി കൊണ്ട് സൃഷ്ടിച്ചതാണ്, അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുക ഒരിക്കലും സംഗതമല്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരം കാണിച്ച് മാറി നിന്ന ഇബ്ലീസിനോട് അള്ളാഹു ജന്നത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിൽ വരിക എന്നത് അനിവാര്യമാണ്. പിന്നീട് ആദമിനോടും ഹബ്ബയോടും ഒക്കെ പുറത്തു പോകാൻ വേണ്ടി പറയുന്നത് നമ്മൾ സൂറത്ത് തോഹയിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇബ്ലീസിനോട് പുറത്തു പോകാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് ജന്നത്തിൽ വെച്ച് ആദമിനെയും ഹബ്ബയെയും വഴിപിഴപ്പിക്കുന്നത്? ഇബ്ലീസിനെ പുറത്താക്കപ്പെട്ടതല്ലേ? ഇബ്ലീസ് പിന്നീട് എങ്ങനെ ആദമിനെ വഴിപിഴപ്പിക്കാൻ ജന്നത്തില് നിന്നു അവശേഷിച്ചു എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. അപ്പൊ ഇത് ഖുർആന്റെ വിവരണ ശൈലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ഖുർആൻ പറയുന്ന ഒരു കാര്യം മുഴുവനായിട്ട് ഒരിടത്ത് പറയുക എന്നൊരു ശൈലിയല്ല സ്വീകരിക്കുന്നത്. ഇബ്ലീസിനോട് പുറത്തു പോകാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു. വളരെ വൈകാതെ തന്നെയാണ് ആദമും ഹവ്വയും ജന്നത്തില് പാർക്കുന്ന ആ ആദ്യഘട്ടത്തിൽ തന്നെ ഇബ്ലീസ് അവരെ വഴിപഴപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് അള്ളാഹു എല്ലാവരോടുമായിട്ട് നൽകുന്ന ഒരു നിർദ്ദേശം നമ്മൾ സൂറത്ത് തോഹയിൽ കണ്ടു. അവിടെ പറയുന്നത് ഫഖ്റുജ് മിൻഹ എന്ന് പറഞ്ഞുകൊണ്ട് ജമിയ എന്നൊരു പദം ഉപയോഗിക്കുന്ന കാണാൻ കഴിയും. അവിടെ ഫഹ്ബിത എന്നുള്ള വിധത്തില് രണ്ട് വിഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ളൊരു പ്രയോഗവും അതിൽ ആ ആയത്തിന്റെ ഭാഗമായിട്ട് കാണാം. ജമിയ എന്ന വാക്കും കാണാം. ആ ആയത്ത് വിശദീകരിച്ചപ്പോ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് സംഘങ്ങളോട്, രണ്ട് വിഭാഗങ്ങളോടായിട്ടാണ് അത് പറയുന്നത്. ഒന്ന് ആദമും ഹവയും അടങ്ങിയ മനുഷ്യവർഗം. രണ്ടാമത്തത് അവരെ വഴിപിഴപ്പിക്കാൻ രംഗത്ത് വന്ന ഇബ്ലീസിന്റെ പക്ഷം, ഇബ്ലീസ്. ഈ രണ്ട് വിഭാഗത്തോടും, രണ്ട് സംഘത്തോടും അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തോടും പുറത്തു പോകാൻ, നിങ്ങൾ മുഴുവനായിട്ടും പുറത്തു പോകണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോ ജമിയ എന്ന് പറയുന്നതോടുകൂടി അവിടെ അവര് മൂന്ന് പേരും ഏറ്റവും ചുരുങ്ങിയത് അതിൽ ഉൾപ്പെടുന്ന വിധത്തിലാണ് ആ പ്രയോഗം. രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട ഒരു സംഘം, മൂന്ന് പേരടങ്ങിയ ഒരു സംഘം, അവരെല്ലാവരും തന്നെ പുറത്തു പോകണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. നേരത്തെ സൂറത്തുൽ അറാഫിലെ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇബ്ലീസിനോട് പുറത്തു പോകാൻ അള്ളാഹു ആ തുടക്കത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നതാണ്. അപ്പോ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇബ്ലീസിനോട് പുറത്തു പോകാനുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കപ്പെടുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വയെയും ജന്നത്തിൽ വെച്ച് ഇബ്ലീസ് വഴിപഴപ്പിക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. അങ്ങനെ അത് നടപ്പിലാക്കപ്പെടുന്നത് അവരെല്ലാവരും തന്നെ പുറത്തു പോകാൻ അള്ളാഹു കൽപ്പിക്കുന്നതിനെ തുടർന്നാണ് എന്നതാണ്. അപ്പോ ജന്നത്തില് ഇബ്ലീസിനോട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ, പുറത്തു പോകാൻ തുടക്കത്തിൽ കൽപ്പിക്കപ്പെട്ടത് ജന്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകാൻ ഉള്ള ഒരു നിർദ്ദേശമായിട്ട് നടപ്പിലാക്കപ്പെടുന്നത് ആദം
അതുപോലെ ഹവ്വ റളിയല്ലാഹു അൻഹ, ഇരുവരും ഇബ്ലീസിനാൽ വഴിപിഴപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള അവരെ ജന്നത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്നതിന് വേണ്ടി ഉള്ള കൽപ്പന ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്. അതിനിടക്ക് വളരെ ചെറിയ ഒരു സമയം ഉണ്ടാവാം. ആദ്യത്തെ കൽപ്പന നടപ്പിലാക്കുന്നതിന്റെ മുമ്പായിട്ട് ഈ ഒരു കാര്യം, ഈ ഒരു വഴിപിഴപ്പിക്കല് തുടക്കത്തിൽ ജന്നത്തിൽ വെച്ച് തന്നെ ഇബ്ലീസിന് ആദമിന്റെയും ഹവ്വായുടെയും കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലൊരു ഇടം, ഒരു സമയം ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന്റെ ചില തലങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. ഇനി ലൈവായിട്ട് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ആയത്തുകൾ വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കൂടിയായിരിക്കണം പലപ്പോഴും ചോദ്യങ്ങൾ ഇല്ലാതെ പോകുന്നത്. 17 ചോദ്യങ്ങളാണ് സൂറത്ത് താഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ നമ്മൾ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ തന്നെ വേണമെന്നില്ല, വ്യത്യസ്തമായ വായനകള്, അതുപോലെ നിരീക്ഷണം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വിലാസ് സാഹിബ്, ഞാന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിലിപ്പോ താഴെ ചാറ്റ് റൂമില് ഒരാള് നമ്മൾ ഈജിപ്തിലെ പിന്നെ മമ്മീനെ ഇതിനെ കുറിച്ച് ഫിറാവിന്റെ ഇതിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ച കണ്ടു. അതിന്റെ ഒരു ഇത് പറയാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശരിയായ കാര്യങ്ങൾ എനിക്കും പറയാമായിരുന്നു. അത് പറഞ്ഞോളൂ. അല്ല, നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളെ പറഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടാ. ഞാൻ ചോദ്യം ഒന്ന് വായിച്ചോളൂ, ഞാൻ കേട്ടില്ല. അല്ല, ഞാനത് ഇപ്പൊ ഇതിലിപ്പോ എനിക്ക് കാണുന്നില്ല. ആദ്യം അതില് പിന്നെ അങ്ങനെ റൂമില് ചാറ്റ് റൂമില് കണ്ടിരുന്നു. പിന്നെ ഇതില് ഒരു വിശദീകരണം നൽകാമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാനത് ഒരു കാര്യം, ചെറിയ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ അവിടെ മ്യൂസിയത്തിൽ സന്ദർശിച്ച നിലക്ക് ഉള്ളത് പറയാം. അവിടെ നമ്മളെ പിന്നെ ഈ മമ്മിഫൈ ചെയ്ത കുറെ പിന്നെ ബോഡികൾ അവിടെ ഉണ്ട്. അപ്പൊ അതില് ഈ റാംസീസ് രണ്ടാമന്റെ ബോഡിയെ കുറിച്ച് മാത്രമാണ് അവിടെ ഒരു വിവരണമായിട്ട് ഉള്ളത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് പിന്നെ ചെങ്കടലിന്റെ ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടിയതുള്ള മമ്മിഫൈ ഇവന്റെ ബോഡി, ഈ റാംസീസ് രണ്ടാമന്റെ ബോഡി മാത്രമാണ്. മറ്റുള്ളവരുടെ ബോഡികളിലൊന്നും വ്യത്യാസമായിട്ട് അതിനുള്ള ഒരു എന്നുള്ളത് സാധാരണ കിടക്കുന്ന ബോഡികളൊക്കെ നമ്മൾ സാധാരണ മനുഷ്യന്മാര് ശരിക്കും കടന്നുറങ്ങുന്ന രീതി, അല്ലെങ്കിൽ ശരിക്ക് കയ്യും കാലൊക്കെ നീട്ടി വെച്ചിട്ടുള്ള ഇതിലാണ് എല്ലാ ബോഡികളും ഉള്ളത്, ഈ റാംസീസ് രണ്ടാമന്റെ ഒഴികെ. ഇയാളുടെ കൈ മാത്രം നമ്മള് സാധാരണ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോ കൈ പൊന്തിച്ച രീതിയിൽ നെഞ്ഞിന്റെ നേരെ നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ബോഡികളിലും പിന്നെ ശരിക്ക് ആന്തരികാവയവങ്ങളൊക്കെ നീക്കം ചെയ്ത രീതിയിൽ ആണ് ബാക്കി എല്ലാ ബോഡികളും ഉണ്ടാകുക. ഈ റാംസീസ് രണ്ടാമന്റെ ബോഡിയിൽ മാത്രം ആന്തരികാവയവങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലിപ്പോ നമുക്കറിയാൻ പിന്നെ വിശ്വപ്രസിദ്ധനായ സയന്റിസ്റ്റ് മോറിസ് ബുക്കായി പിന്നെ 1986 പിന്നെ ഈജിപ്തിൽ നിന്ന് ഫ്രാൻസിക്ക് ഈ ബോഡി കൊടുന്നിട്ട് അവിടെ വെച്ച് പരിശോധിച്ചിട്ട് പിന്നെ കുടലിലൊക്കെ ഉപ്പിന്റെ അംശം കണ്ടെത്തി അതിനെ പറ്റി ഗവേഷണം നടത്തിയിട്ടാണ് മോറിസ് ബുക്കായി ഇസ്ലാമായത്. പിന്നെ അദ്ദേഹം അതിനെ കുറിച്ച് വലിയൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ട് ആ ഗ്രന്ഥം വായിച്ചിട്ട് പലരും ഇസ്ലാമിക്ക് വരാൻ മാറി കാരണമായിട്ടുണ്ട്. അപ്പോ ഈ സയൻസ് പിന്നെ എന്താണ് ഇപ്പൊ ഇതിന്റെ പേര്, അങ്ങനെ 3 പറഞ്ഞിട്ട് സയൻസ്, പിന്നെ ക്രിസ്ത്യാനിറ്റി, പിന്നെ ഖുർആൻ ബൈബിൾ സയൻസ്, ആ പുസ്തകം പിന്നെ എഴുതാൻ കാരണമായത്. അപ്പൊ ഈ മോറിസ് ബുക്കായുടെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഒരു കാര്യമാണ് ഇതുള്ളത്. അപ്പൊ ഈ രണ്ടുമൂന്ന് കാര്യം പിന്നെ ഖുറാനിൽ പറഞ്ഞതുമാണ്. പിന്നെ നിങ്ങൾ ദൃഷ്ടാന്തായിട്ട് ഞാൻ ബോർഡിനെ വെക്കുന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അതില് അവിടെ ഇത് എഴുതി വെച്ച കാര്യം ആദ്യം 1860 എന്താ കണ്ടെടുത്ത കാര്യവും പിന്നെ അതിന്റെ കാര്യം ബാക്കിയുള്ള ബോഡികളിലൊക്കെ വെറും ചെറിയ പേരുകളിൽ മാത്രം ഒരു സൂചന എന്നതിലപ്പുറം ഇതിലുള്ളത് ഈ രാംസീസ് രണ്ടാമന്റെ കാര്യത്തിലാണ് വിശദീകരമായിട്ടുള്ളത്. അപ്പൊ അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആ ചോദ്യത്തിന് ഇപ്പൊ ഞാൻ എനിക്കറിയുന്ന കാര്യം പറഞ്ഞെന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ഓക്കെ, ശുക്രൻ, ജസാഖുല്ലാ ഖൈർ. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം ഫറോവയുടെ ചെങ്കടലിൽ നിന്ന് റിട്രീവ് ചെയ്തെടുത്ത ഒരു ഒന്നര നൂറ്റാണ്ട് മുമ്പാണ് ചെങ്കടലിൽ നിന്ന് ആ ബോഡി റിട്രീവ് ചെയ്യുന്നത്. ആ ശരീരം പിന്നീട് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ശരീരം മമ്മിഫൈ ചെയ്യപ്പെട്ട പഴയ ഈജിപ്തിലെ പലരുടെയും ശരീരം പോലെയല്ല, വ്യത്യാസമുണ്ട്. ഇത് മമ്മിഫിക്കേഷന്റെ പ്രോസസ്സിന് വിധേയമായ ഒരു ബോഡി ആയിരുന്നില്ല ചെങ്കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെങ്കടലിൽ മുങ്ങി മരിച്ച ഒരാളുടെ ശരീരം ജീർണിക്കാതെ അതിന്റെ ആന്തരിക അവയവങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന വിധത്തില് ശരീരത്തിന്റെ അവയവങ്ങളുടെ ഒരു പോസ്ചറൊക്കെ ആ വിധത്തിലുള്ള നിലക്കാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ തന്നെ മമ്മിഫൈഡ് ബോഡീസ് നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ചെങ്കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബോഡി. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാംസീസ് ദ സെക്കൻഡിന്റെ എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഈജിപ്തിന്റെ ഭരണം നടത്തിയിരുന്ന ഫിറോവൻ, അയാളുടെ ശരീരമാണത് എന്ന് ആളുകൾ സ്ഥിരീകരിക്കുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത്. അത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ നടന്നത് ധാരാളം ഇന്റർനെറ്റിൽ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ കാണാൻ കഴിയും. അത്തരം കമ്പാരിസൺ നടത്തിക്കൊണ്ടുള്ള പഠനങ്ങളൊക്കെ. അത് ഈജിപ്തിലേക്ക് യാത്ര ചെയ്താൽ അലക്സാണ്ട്രിയയിലാണെന്ന് തോന്നുന്നു ഈ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അത് കാണാനും സാധിക്കും. അപ്പോ ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. അപ്പോ ശുക്രൻ, ജസാഖുല്ലാ ഖൈർ. കെയ്റോയിൽ തന്നെയാണ് കേട്ടോ. കെയ്റോയിലാണ് മ്യൂസിയം. കെയ്റോയിലാണല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇനി ചോദ്യങ്ങളോ നിരീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് അവസരം ഉണ്ടാവുമ്പോൾ ഉന്നയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സൂറത്തുൽ അംബിയാന്റെ പഠനം നാളെ ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.